സല്യൂട്ട് സഹോദരരെ. ഈ അടുത്ത കാലത്ത് എന്നോടൊരു സുഹൃത്ത് ചോദിച്ചു, ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ നിയമം എന്നതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുന്നതും സംസാരിച്ചിട്ടുള്ളതുമൊക്കെ ആണല്ലോ, എന്തുകൊണ്ടാണ് നിയമസഭാ ഇലക്ഷൻ ഞാൻ ആ തത്വം ഉപയോഗിച്ചുകൊണ്ട് ജയിക്കാത്തത് എന്ന്. വളരെ രസകരമായ ഒരു ചോദ്യമായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും ഇതിനൊരു വീഡിയോ ചെയ്യാം മറുപടിയായിട്ട് എന്ന് പറഞ്ഞിരുന്നു. ആ വീഡിയോ ആണിത്. ഞാൻ നേരത്തെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് കണ്ടു നോക്കണേ. ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ആ വാക്ക് തന്നെ റോണ്ട ബ്രയനിൻ്റെ സീക്രട്ട് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലൂടെ ഉരുത്തിരിഞ്ഞ് വന്നതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉപജ്ഞാതാക്കൾ എബ്രഹാം ഹിക്സ് എന്ന പേരിൽ എഴുതുന്ന എസ്തർ അഞ്ചറി ഹിക്സ് എന്ന ഭാര്യയും ഭർത്താവും ചേർന്നാണ്. അതിനുശേഷം ഇതുപോലെ തന്നെ ചിന്തിക്കുന്ന ആളുകളായ ബോബ് പ്രോക്ടർ, നെവിൽ ഗോഡാർഡ്, നെപ്പോളിയൻ ഹിൽ, ഒരു വലിയ അമേരിക്കൻ സാഹിത്യകാരൻ, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയതിൻ്റെ തന്നെ അടിസ്ഥാനം ലോ ഓഫ് അട്രാക്ഷൻ ആണെന്ന് പറയപ്പെടുന്നുണ്ട്. ഡോക്ടർ ജോ ഡിസ്പെൻസ എന്ന് പറയുന്ന ഇപ്പോൾ ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ ഗുരു ഉണ്ട്. അദ്ദേഹവും ഒക്കെ ഇതുപോലെ പറയുന്നുണ്ട്. ഭാരതത്തിൽ സദ്ഗുരു ഇതിനെക്കുറിച്ച് പറയാറുണ്ട്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന്. പാശ്ചാത്യ രാജ്യത്തൊന്നും തുടങ്ങിയ തത്വമല്ല ഇത്. ഇത് നമ്മുടെ ഭാരതത്തിൽ തന്നെ ഉറവെടുത്തിട്ടുള്ള, നമ്മളുടെ വേദിക് പുരാണിക് പുസ്തകങ്ങളിൽ ഗ്രന്ഥങ്ങളിൽ ഒക്കെ പറഞ്ഞിട്ടുള്ള വലിയ ഒരു കാര്യമാണ്. നമ്മൾ എന്ത് കാര്യത്തെക്കുറിച്ചാണോ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്, ആ കാര്യം നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും, നമുക്കത് കാണാൻ സാധിക്കും എന്നുള്ളത്. ഇതിനെ ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്, അല്ലെങ്കിൽ ഒരുപോലെ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഒരുപോലെ നമ്മൾ എത്രയും ചിന്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ മുന്നിൽ അത് പ്രത്യക്ഷപ്പെടും എന്ന് പറയുന്നത്, പിന്നീട് ശാസ്ത്രജ്ഞന്മാരത് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന നമ്മുടെ ബ്രെയിനിലെ ഒരു തലച്ചോറിലെ ഒരു ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം, ഒരു കാറ് വാങ്ങിക്കുകയാണെങ്കിൽ അതേ കാറ് അതേ നിറം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നു. പെട്ടെന്ന് അങ്ങനെ വരുന്നതൊന്നുമല്ല, നമ്മളത് കൂടുതൽ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ കൂടുതൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഏത് വസ്തുവാണോ ആ വസ്തു നമ്മുടെ മുന്നിൽ നമുക്ക് തൊടാനും അനുഭവിക്കാനും കാണാനും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമായി മാറും. അത് വെറുതെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, അത് നമ്മൾ സാധിച്ചു എന്നുള്ള മട്ടിൽ, നമുക്കിത് കിട്ടിക്കഴിഞ്ഞു, ഇത് സാധിച്ചു എന്നുള്ള മട്ടിൽ ഒരു സംശയവും ഇല്ലാത്ത വിധത്തിൽ വളരെ ഉറപ്പായിട്ട് നമ്മൾ വിശ്വസിക്കണം. നമുക്കത് നടന്നു കഴിഞ്ഞു, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ അത് നമ്മുടെ മുന്നിൽ വരുവുള്ളൂ, പ്രത്യക്ഷപ്പെടുകയുള്ളൂ എന്ന് പറയുന്നു. നമുക്ക് ആഗ്രഹമുള്ള കാര്യത്തിലല്ല, പക്ഷെ നമ്മൾ എന്താണോ അതാണ് നമ്മളിലേക്ക് ആകർഷിച്ച് വരുന്നത് എന്ന്. നമ്മുടെ സ്വഭാവം എന്താണോ ആ സ്വഭാവത്തിന് ഉതകുന്ന പല ആൾക്കാരും നമ്മളിലേക്ക് വരും, നമ്മളുമായിട്ട് അടുക്കും, സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ചിലർക്ക് ചിലത് പെട്ടെന്ന് കിട്ടുന്നു, ചിലർക്കത് ബുദ്ധിമുട്ടി കിട്ടുന്നു, ചിലർക്കത് കിട്ടാതെ ഇരിക്കുന്നു, ചിലർക്കത് വിഷമം ഉണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് കിട്ടണം എന്നില്ല. കാരണം ആഗ്രഹിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു വളർച്ച നമുക്ക് ഉണ്ടാവണം. മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മുടെ അനുഭവത്തിലൂടെയും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ നല്ലതാണ് എന്ന് ഉത്തമ വിശ്വാസം വരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ആഗ്രഹം സഫലീകരിക്കൂ എന്നും പറയപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു കൊച്ചുകുട്ടി, ആ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് പറയുന്നത് ഒരുപാട് ചോക്ലേറ്റ് കിട്ടണം, അല്ലെങ്കിൽ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടണം എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ആ കിട്ടുന്ന ഒരുപാട് ചോക്ലേറ്റുകളും ഒരുപാട് സമ്മാനങ്ങളും ഒന്നും അതിൻ്റെ ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള ഗുണവും ഉണ്ടാക്കുന്നില്ല, ചിലപ്പോൾ അപകടമേ ഉണ്ടാക്കുകയുള്ളൂ. കിട്ടുന്ന സമ്മാനങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യാം, കിട്ടുന്ന ചോക്ലേറ്റുകളൊക്കെ അതിന് അസുഖങ്ങൾ വരുത്താം. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ നല്ലതിന് തന്നെയാണോ എന്ന് തിരിച്ചറിയാനുള്ള, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു സമയത്ത് ആഗ്രഹിച്ചാൽ അത് നമ്മളുടെ ഉന്നമനത്തിനും ഭാവിക്കും ഗുണകരമാകും എന്ന് നമുക്ക് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളുടെ അടുത്തേക്ക് വരും. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് കൗൺസിലർ മാത്രമാകാൻ സാധിച്ചത്? എന്തുകൊണ്ടാണ് എനിക്ക് നിയമസഭയിൽ MLA ആകാൻ സാധിക്കാത്തത്? ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന തത്വം ഇതിൽ പ്രായോഗികമാക്കിയില്ലേ എന്ന് ചോദിച്ചാൽ ഒരു വിധത്തിൽ നോക്കിയാൽ ശരിയാണ്, പ്രായോഗികമാക്കിയില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു അംഗമാകുന്നതിൽ വളരെയധികം അഭിമാനം തോന്നിയിരുന്ന ഒരു ആളായിരുന്നെങ്കിൽ പോലും വളരെ നിശബ്ദമായിട്ട് ഇതിൻ്റെ പിന്നണികളിൽ പ്രവർത്തിക്കാൻ മാത്രം ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഈ വൈസ് പ്രസിഡൻ്റ് എന്നുള്ള ഒരു സ്ഥാനം എനിക്ക് നൽകി തന്നതും, പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഒരു കൗൺസിലറായിട്ട് മത്സരിക്കാനുള്ള സാഹചര്യം ഒരുക്കി തന്നതും, അതിൽ ഞാൻ വിജയിച്ച് കൗൺസിലറായതും. അപ്പോൾ ഇതിലൊന്നും ഞാൻ ആ ആകർഷണ നിയമം പാലിച്ചതുമില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചതുമില്ല.
അതുപോലെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോഴും അപ്രതീക്ഷിതമായിട്ടായിരുന്നു എന്നോട് പറഞ്ഞത് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം വട്ടിയൂർക്കാവിലെന്ന്. വട്ടിയൂർക്കാവെന്ന് പറയുന്നത് വളരെ വലിയ ഒരു നിയോജക മണ്ഡലമാണ്. എനിക്കെതിരെ മത്സരിക്കുന്ന 2 പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ ഞാൻ സർവീസിൽ കയറുമ്പോൾ തൊട്ട് രാഷ്ട്രീയത്തിൽ സജീവമായി നിന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന ശ്രീ കെ മുരളീധരൻ. കുറച്ച് നാളായിട്ട് മേയറായിട്ടിരുന്ന പേര് കേട്ട, പിന്നെ വട്ടിയൂർക്കാവിൽ 2 പ്രാവശ്യം MLA ആയ വി കെ പ്രശാന്ത് മറുഭാഗത്ത്. അവർക്കെതിരെ പൊരുതാനായിട്ടാണ് എന്നെ ഭാരതീയ ജനതാ പാർട്ടി നിയോഗിച്ചത്. വളരെയധികം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചു എന്നത് ശരിയാണ്. പക്ഷേ ഞാൻ ഈ ഇലക്ഷൻ ജയിച്ചു വരും എന്നുള്ളൊരു വിശ്വാസമുണ്ടെങ്കിൽ പോലും ആകർഷണ നിയമം അനുസരിച്ച് ജയിക്കാനായി സാധ്യത വളരെ കുറവായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം, ഞാൻ ആ ഒരു രീതിയിലേക്ക് വളർന്നു വന്നിട്ടില്ലായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എന്താകണോ ആ കാര്യമാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൂടുതൽ ആകർഷിക്കുക എന്നുള്ളത്. ഒരിക്കലും ഒരു വളരെ പാവപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരുപാട് കാശ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുകയുമില്ല. ഉണ്ടായാൽ തന്നെ സാധിക്കാനും പ്രയാസമാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ എത്ര കാശുണ്ടോ അതിന് തത്തുല്യമായിട്ടുള്ളതാണ് വീണ്ടും ആകർഷിക്കാൻ പറ്റുക. കാരണം നമ്മൾ അപ്പോഴേ അതാണ്. ഇപ്പോൾ വളരെ സന്തോഷമായിട്ടുള്ള, വളരെ സമാധാനമായിട്ടുള്ള ഒരു വ്യക്തിക്ക്, വളരെ ഉത്സാഹം നിറഞ്ഞ ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം മുഴുവനും ഉത്സാഹഭരിതമായി സന്തോഷങ്ങളും സമാധാനവും വന്നുകൊണ്ടേയിരിക്കും. കാരണം നമ്മളുടെ സ്ഥിതി അതാണ്. അതുകൊണ്ട് ആ ഒരു സ്ഥിതിയിലേക്ക് ഇതുപോലെ തത്തുല്യമായിട്ടുള്ള ഒരു സ്ഥിതി വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു MLA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോഴോ ആ ഒരു നിലയിലേക്ക് വന്നിട്ടില്ല. ഞാൻ അപ്പോഴും എൻ്റെ മനസ്സിലൊരു ബ്യൂറോക്രാറ്റായിട്ട് റിട്ടയർ ചെയ്ത ഒരാളാണ്. മേ ബി ഒരു എഴുത്തുകാരിയാണ്, ഒരു വ്ളോഗറാണ്. പക്ഷേ ഒരു രാഷ്ട്രീയക്കാരി എന്നുള്ള നിലയിൽ ഞാൻ ആ വളർച്ചയിലെത്തിയില്ല. അതുകൊണ്ടാണ് എനിക്ക് അത് വർക്കൗട്ട് ആകാത്തത്. നിങ്ങൾക്ക് മനസ്സിലായും തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ സമയമായിട്ടില്ല. കുറച്ചും കൂടെ കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഒരു MLAക്ക് പറ്റിയ ഒരു സ്ഥിതിയിലേക്ക് വന്നാൽ മാത്രമേ എനിക്കതിനെക്കുറിച്ച് ലോ ഓഫ് അട്രാക്ഷൻ്റെ രീതിയിൽ ആകർഷിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാം അങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തിൽ എല്ലാം അങ്ങനെയാണ്. നിങ്ങളത് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എപ്പോഴും വിഷമിച്ചു കൊണ്ടിരുന്നാൽ വിഷമം തന്നെ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ അതൊക്കെ പോട്ടെ, സാരമില്ല എന്ന് വിചാരിച്ച് സന്തോഷമായിട്ടിരുന്നാൽ വീണ്ടും ഒരുപാട് സന്തോഷം ജീവിതത്തിൽ വരും. ആഗ്രഹം എന്ന് പറയുന്നത് തെറ്റല്ല. നമ്മൾ അതിനെക്കുറിച്ച് വിഭാവന ചെയ്യുന്നത് തെറ്റല്ല. സ്വപ്നം കാണുന്നത് തെറ്റല്ല. ആഗ്രഹം നടക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നതും തെറ്റല്ല. പക്ഷെ നമ്മൾ എപ്പോഴാണോ ആഗ്രഹത്തിനൊത്ത ഒരു പദവിയിലേക്ക് എത്തുന്നത്, ഈ ആഗ്രഹം സാധിച്ച് കിട്ടാൻ, അല്ലെങ്കിൽ ഞാനൊരു വ്യക്തിക്ക് ഇപ്പോൾ എനിക്ക് 12 കോടിയുടെ ബമ്പർ അടിക്കണം, ലോട്ടറി എന്നാഗ്രഹിച്ച് കഴിഞ്ഞാൽ, അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് വെച്ച് എന്ത് ചെയ്യും? എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? വെറുതെ തൂർത്തടിച്ച് കളയാൻ ആണോ ഞാനത് വാങ്ങുന്നത്? എൻ്റെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണോ ഞാനത് ആഗ്രഹിക്കുന്നത്? അതോ മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അപ്പം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ആഗ്രഹിക്കുന്നത് എന്നും കൂടെ നോക്കിയിട്ട് വേണം ആ ആഗ്രഹം സഫലമാവോ ഇല്ലയോ എന്നുള്ള തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പല ആഗ്രഹങ്ങളും ചിലപ്പോൾ നല്ലതിനാവണം എന്നില്ല. പല വ്യക്തികളെ ആഗ്രഹിക്കുന്നതും ചിലപ്പോൾ കല്യാണം കഴിക്കാൻ എനിക്ക് ഇന്ന വ്യക്തി തന്നെ വേണം, എനിക്ക് ഇന്ന ആളെ തന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ചിലപ്പോൾ വാശി പിടിക്കുന്ന ചില കൗമാരപ്രായക്കാരെ കണ്ടിട്ടില്ലേ? അതൊക്കെ നമ്മുടെ നല്ലതിനാണോ എന്നനുസരിച്ച് വേണം നമ്മൾ തീരുമാനമെടുക്കേണ്ടത് അല്ലെങ്കിൽ ആഗ്രഹിക്കേണ്ടത്. വളരെ പ്രശസ്തമായ ചൊല്ലും കൂടെയുണ്ട്, ബി കെയർഫുൾ ഓഫ് വാട്ട് യു വിഷ് ഫോർ ബിക്കോസ് ഇറ്റ് മൈറ്റ് ജസ്റ്റ് കം ട്രൂ എന്ന്. സൂക്ഷിച്ച് വേണം നിങ്ങൾ ആഗ്രഹിക്കാൻ. കാരണം അത് സാധ്യമായി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടാകുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഞാൻ എന്തുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷനിലൂടെ ജയിച്ചില്ല എന്നതിൻ്റെ മറുപടിയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, ഞാൻ ആ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന തത്വമേ ഇതിൽ ഉപയോഗിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ചിന്തയെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, എനിക്കത് ലഭിക്കും എന്നുള്ള പൂർണ്ണമായ വിശ്വാസം, ഞാൻ MLA ആയി വരും എന്നുള്ള ഉറച്ച ഒരു പൂർണ്ണമായ വിശ്വാസം ആർജിച്ചെടുക്കാൻ വേണ്ടി ഉള്ള ഒരു അനുഭവ സമ്പത്തോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാരമ്പര്യമോ ആ സമയത്ത് ഇല്ലാതായി. അതിനി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ പ്രോബ്ലി അടുത്ത ഇലക്ഷൻ ആകുമ്പോഴേക്കും എനിക്ക് ആ ഒരു സ്ഥാനത്തേക്ക് വരാം എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഒരു ചെറിയ ഉദാഹരണം എടുത്താൽ പറയാൻ പറ്റുന്നത്, ശ്രീ കെ മുരളീധരൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. പരിചയമുള്ള സ്ഥലമാണ് വട്ടിയൂർക്കാവ്, അദ്ദേഹം ഇരുന്നിട്ടുള്ള സ്ഥലമാണ് 2 പ്രാവശ്യം. ഒരുപാട് ബന്ധുജനങ്ങളും മിത്രങ്ങളും അദ്ദേഹത്തിനുണ്ട്. ആ കോൺഫിഡൻസ് വളരെ വലുതായിരുന്നു. ഏപ്രിൽ 9 പോളിംഗ് ഡേ, തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം, ഞാൻ സകല ബൂത്തുകളിലും ഓടി നടന്ന്
എൻ്റെ എല്ലാ ബൂത്ത് പ്രവർത്തകരുമായിട്ടും ഇടപഴകി നടന്നപ്പോഴും അദ്ദേഹത്തെ ഒരിടത്തും ഞാൻ കണ്ടിരുന്നില്ല. മെയ് 4-ാം തീയതിയും ഞാൻ ആദ്യമേ പോയി മാരി വാനിയസ് കോളേജിൽ ഇരുന്നു, എങ്ങനെയാണ് കൗണ്ടിങ് പുരോഗമിക്കുന്നതെന്ന് അറിയാനായിട്ട്. ആദ്യത്തെ ഇലക്ഷൻ ആണല്ലോ, അപ്പോൾ അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നിട്ട് ഇടയ്ക്ക് പോവുകയൊക്കെ ചെയ്തു. ഞാൻ അവിടെ ഒരു 12:30-1 മണി വരെയൊക്കെ ഇരുന്നു, കാരണം ആ ട്രെൻഡ് അറിയാൻ വേണ്ടി. അവസാനം വളരെ പുറകോട്ടായി ഞാൻ എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. പക്ഷേ ശ്രീ കെ മുരളീധരൻ അങ്ങോട്ടേക്ക് വന്നതേയില്ല. അദ്ദേഹത്തിന് അത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ ജയിച്ചു വരും എന്നുള്ളത്. ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്, ഞങ്ങൾ രണ്ടുപേരും തോറ്റത് എന്ന്? ആ ഒരു വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ഒരു ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ലാതിരുന്നത് കൊണ്ടായിരിക്കാം അത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നടക്കും. നമ്മൾ ആകർഷണ നിയമം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവരെ ആരെയും ഉപദ്രവിക്കാതെ, മറ്റുള്ളവർക്ക് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിലുള്ള നല്ല ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കും. അത് നമ്മൾ പക്ഷേ മനഃപൂർവ്വം ചെയ്യേണ്ട കാര്യമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായിട്ട് തന്നെ നടക്കുന്ന ഒരു സ്ഥിതി വരും. അപ്പോൾ അതിനെപ്പറ്റി വീണ്ടും ഞാൻ നിങ്ങളുടെ ആവശ്യപ്രകാരം കൂടുതൽ വീഡിയോകൾ ചെയ്യാം. തൽക്കാലം ഞാൻ നിർത്തട്ടെ. സസ്നേഹം, ശ്രീലേഖ.